ചോദ്യം ചെയ്യപ്പെടുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയാണ്. അക്കമിട്ട് നിരത്തിയ ആരോപണങ്ങൾക്ക് മറുപടി ഉണ്ടായേ പറ്റൂ. രാജ്യം കേൾക്കേണ്ട ആ വിശദീകരണത്തിന് പകരം പ്രതിപക്ഷം മാപ്പു പറയണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഉത്തരമാകും? മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ബിജെപിയുടെ പാവയും വക്താവുമാണെന്ന് ആരോപിച്ചുകൊണ്ട് വോട്ട് ചോരി ആളിക്കത്തിക്കുകയാണ് ഇന്ത്യ സഖ്യം. രാജ്യം കേൾക്കേണ്ട വ്യക്തമായ മറുപടിക്ക് പകരം യുദ്ധപ്രഖ്യാപനം നടത്തിയ കമ്മീഷണറെ നീക്കാൻ ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകാൻ ഒരുങ്ങുന്നു പ്രതിപക്ഷം. ചോദ്യങ്ങൾക്ക് മറുപടി വേണ്ടേ? കള്ളം പറഞ്ഞ് പക്ഷം പിടിക്കണോ? ആരുടെ ശബ്ദമാണ്, ആരുടെ നിയമനമാണ് കമ്മീഷൻ? കോൺഗ്രസിന്റെ ഈ ചോദ്യങ്ങളെല്ലാം നുണ ബോംബാണെന്ന് പറഞ്ഞ് തള്ളുമ്പോൾ നിരത്താനുണ്ടോ അവ ഖണ്ഡിക്കാനുള്ള തെളിവുകൾ? ബീഹാറിലെ വോട്ടെടുപ്പിന് മുൻപ് ആളിക്കത്തിത്തീരുമോ വോട്ട് ചോരി വിവാദം? കമ്മീഷണറെ ഇംപീച്ച് ചെയ്യാൻ മതിയാകുമോ ഈ വാദങ്ങൾ? ജ്ഞാനേഷ് കുമാർ സംസാരിക്കുന്നത് ബിജെപിക്ക് വേണ്ടി മാത്രമാണോ? പരിശോധിക്കുന്നു സ്പെഷ്യൽ ഡിബേറ്റ്. സ്വാഗതം. പാനലിസ്റ്റുകളിലേക്ക് കടക്കുന്നു. കോൺഗ്രസ് നേതാവ് സേനാപതി വേണു, മുൻ പ്രോസിക്യൂഷൻ DGT അസഫ് അലി, BJP നേതാവ് TP ജയചന്ദ്രൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ഷാബു പ്രസാദ്. നാലുപേർക്കും പാനലിലേക്ക് സ്വാഗതം, സ്പെഷ്യൽ ഡിബേറ്റിലേക്ക് സ്വാഗതം. ആദ്യം കോൺഗ്രസ് നേതാവ് സേനാപതി വേണു, ഒരു ഇംപീച്ച്മെന്റ് നോട്ടീസ് കൊണ്ടുവരാൻ ഒരുങ്ങുന്നു ഇന്ത്യ സഖ്യം. അതിന്റെ മുൻനിരയിൽ കോൺഗ്രസ് നിൽക്കുന്നു. ഇതൊരു ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണോ, അതോ ഒരു ഭരണഘടനാ സംവിധാനത്തിന്റെ വിശ്വാസ്യത തകർക്കുന്ന രീതിയിൽ ഇതൊരു രാഷ്ട്രീയ പ്രതികാരം നടത്തുകയാണോ കോൺഗ്രസ്? അല്ല, ഇത് അപർണ രാഷ്ട്രീയ പ്രതികാരമോ ഏതെങ്കിലും ഒരു ഭരണഘടനാ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്താനോ ഒന്നുമല്ല. ഇവിടെ ഒരു ഭരണഘടനാ സ്ഥാപനം ഭരണഘടനാപരമായി അതിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരത്തെ ദുർവിനിയോഗം ചെയ്യുകയും ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ചൂണ്ടിക്കാണിക്കുന്നവന്റെ നേരെ അധികാരം പ്രയോഗിക്കുകയും ചെയ്യുന്ന വളരെ അപകടകരമായ ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുകയാണ്. ഇവിടെ രാഹുൽ ഗാന്ധിക്ക് മറുപടി കൊടുക്കാൻ എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർവാചന സദസ്സിൽ നടത്തിയ അവരുടെ വാർത്താ സമ്മേളനത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹം ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. അത് വളരെ വ്യക്തമായിട്ടല്ലേ അദ്ദേഹം ചോദിച്ചത്. അല്ലാതെ അദ്ദേഹം എന്താ പറഞ്ഞ മറിച്ചും തിരിച്ചു ഒന്നും അല്ലല്ലോ. വളരെ കൃത്യമായി അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങളുണ്ട്. അത് ബാംഗ്ലൂർ സെൻട്രലിലെ പാർലമെന്റ് മണ്ഡലത്തിൽ നമ്മൾ മുമ്പും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. തെറ്റായ അഡ്രസ്സിൽ 40,009 വോട്ടർമാരും ഫോം 6ന്റെ ദുരുപയോഗത്തിൽ 33,692 വോട്ടർമാരും ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ 11,965 ഒരേ വിലാസത്തിൽ തന്നെ 10,452 തെറ്റായ ഫോട്ടോ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള 4,132 എണ്ണം അടക്കം 1,250,000 വോട്ടുകൾ, അത് സംശയാസ്പദമായ വോട്ടുകളാണ്. ആ കാര്യമാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചത്. അപ്പൊ രാഹുൽ ഗാന്ധിയോട് പറയുന്നത്, നിങ്ങൾ സത്യവാങ്മൂലം തരണം, അതല്ലെങ്കിൽ ഏഴ് ദിവസത്തിനകം സത്യവാങ്മൂലം തരണം, അല്ലെങ്കിൽ രാജ്യത്തോട് മാപ്പ് പറയണം, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിക്കും. ഓക്കെ, ഞാൻ ചോദിക്കുന്നു, BJPയുടെ നേതാവ് അനുരാഗ് ഠാക്കൂർ അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ആരോപിക്കുന്നത് ചിലരുടെ സ്വകാര്യതയെ ലംഘിച്ചു എന്നുള്ള. മൈമുന എന്നൊരു സ്ത്രീയുടെ പേര് പറഞ്ഞ് അവർക്ക് 3 വോട്ടർ പട്ടികയിൽ പേരുണ്ട് എന്ന് പറഞ്ഞ് അത് സ്വകാര്യതയുടെ ലംഘനമല്ലേ? ഇനി വീണ്ടും ഞങ്ങൾ ചോദിക്കുന്നു, ഈ പത്രപ്രസ്താവന നടത്തിയതിൽ അദ്ദേഹം ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നല്ലോ. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അതിനുശേഷം പ്രിയങ്ക ഗാന്ധിയും മത്സരിച്ച വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഏതാണ്ട് 93,000 വോട്ടുകൾ വ്യാജ വോട്ടുകളോ കൃത്രിമ വോട്ടുകളോ ഇരട്ടിപ്പോ ആണ് എന്ന്. അതുമാത്രമല്ല, അദ്ദേഹം രാജ്യത്തെ ഒരുപാട് പാർലമെന്റ് മണ്ഡലങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ അനുരാഗ് ഠാക്കൂറിന് രാഹുൽ ഗാന്ധിക്ക് ബാധകമായിട്ടുള്ള നിയമം ബാധകമല്ലേ? അതെയോ രാഹുൽ ഗാന്ധിക്ക് മാത്രമേ നിയമം ബാധകമായിട്ടുള്ളൂ? BJPയുടെ നേതാക്കൾക്ക് ഈ നിയമം ഒന്നും ബാധകം അല്ലേ എന്നുള്ളതാണ്. ഇവിടെ വിസിൽ ബ്ലോവേഴ്സ് ആക്ട് ഞാൻ വിചാരിക്കുന്ന അസഫ് അലി സാർ വളരെ വിശദമായിട്ട് സൂചിപ്പിക്കുന്നത് പാസ്സാക്കിയിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ. അപർണ, ഒരു അഴിമതി നടന്നു എന്ന് ഒരാൾ ചൂണ്ടിക്കാണിക്കുകയാണ്. അത് നാളെ അത് ശരിയോ തെറ്റോ ആകാം. ഒരാൾ ചൂണ്ടിക്കാണിക്കുകയാണ്. ആ ആൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് പരിശോധിച്ച് അതിനകത്ത് ശരിതെറ്റുകൾ ഉണ്ടോ എന്ന് നോക്കുന്നതിന് പകരമായി അഴിമതി ചൂണ്ടിക്കാണിച്ച ആളോട് പറയുകയാണ്, തെളിവ് നിങ്ങൾ കൊണ്ടുവരണം, നിങ്ങൾ കൊണ്ടുവന്നില്ല എങ്കിൽ നിങ്ങൾക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി എന്ന് പറയുന്ന പോലെയല്ലേ ഇപ്പൊ നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധി എത്രയോ കൃത്യമായ രീതിയിലാണ് അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചിരുന്നത്. അപ്പൊ പറയുന്നത് എന്താ,
ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ നമ്മുടെ രാജ്യത്ത് വീടില്ലാത്തവരുണ്ട്. അതുകൊണ്ട് അവരുടെയൊക്കെ നമ്പർ 00 എന്നാണ്. ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനോട് വിനീതമായി പറയുന്നു, ആ 00 എന്ന് നിങ്ങൾ എഴുതിയിരിക്കുന്നത് ഈ രാജ്യത്തെ വീടില്ലാത്ത ആളുകളാണ്. അവർ 1, 2, 3 ആരാണ് ആ വീടില്ലാത്ത ആളുകൾ? ആ വീടില്ലാത്ത ആളുകളുടെ പട്ടിക നിങ്ങളൊന്ന് സെപ്പറേറ്റ് ആക്കുക. അതുപോലെ തന്നെ പിതാവിന്റെ പേര് ചോദിക്കുന്നവർക്ക് PQR XYZ എന്ന് എഴുതിയിരിക്കുന്നവർക്ക്, അവർക്ക് മാതാപിതാക്കളുടെ പേര് പറയാനില്ലാത്തവർ അവരെത്ര പേരുണ്ട്? ഇങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ രാജ്യത്ത് വീടില്ലാത്തവർ കോടിക്കണക്കിനുണ്ട് എന്ന് പറഞ്ഞ് ആരെയെങ്കിലും വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് ഇലക്ഷൻ അട്ടിമറി. ആരാണ് അപർണ ഇലക്ഷൻ സുതാര്യമായിട്ട് നടത്തേണ്ടത്? വാട്ട് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ഇലക്ഷൻ കമ്മീഷൻ? ഭരണഘടനയുടെ 323 324 ഫെയർ ആൻഡ് ഫ്രീ ഇലക്ഷൻ നമ്മുടെ നാട്ടിൽ നടക്കണം. ഫെയർ ആൻഡ് ഫ്രീ ഇലക്ഷൻ നടക്കണമെങ്കിൽ വോട്ടർ പട്ടിക സുതാര്യമായിരിക്കണം. ഞാനിവിടെ BJPയുടെ നേതാവ് ജയചന്ദ്രൻ മാസ്റ്റർ ഇരിക്കുന്നു. ആ ജയചന്ദ്രൻ മാസ്റ്ററോട് ഞാൻ ചോദിക്കുന്നു, കെ സുരേന്ദ്രൻ എന്തിനാ കാസർഗോഡ് തെരഞ്ഞെടുപ്പ് ഹർജി ഫയൽ ചെയ്തത്? ഞാൻ ഇരട്ട വോട്ട് എന്റെ ഒരു രക്തസാക്ഷിയായി തെരഞ്ഞെടുപ്പിൽ തോറ്റ ഒരാളാണ്. ഞങ്ങളുടെ നാട്ടിൽ ഏതാണ്ട് 10,000-ഓളം തമിഴ്നാട്ടിൽ നിന്നുള്ള ഇരട്ട വോട്ടുകൾ ഉടുമ്പൻചോല അസംബ്ലി നിയോജക മണ്ഡലത്തിൽ മാത്രമുണ്ട്. ഞാൻ ഇതിനെതിരെ ഒരുപാട് പോരാട്ടങ്ങളൊക്കെ നടത്തിയതാണ്. പക്ഷേ ഞാൻ ജ്ഞാനേഷ് കുമാർ, അന്നത്തെ ഇലക്ഷൻ കമ്മീഷണറായിരുന്ന ടിക്കാറാം മീനായിക്ക് പരാതി കൊടുത്തു, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തു, ഞാൻ കോടതികൾ വഴി. അപ്പൊ തമിഴ്നാട്ടിലെ വോട്ടർ പട്ടികയിലുള്ള ആളുകൾ ഇവിടെ കണ്ടെത്തി, അത് കളക്ടർക്ക് അത് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. പിന്നെ അതിനെക്കുറിച്ച് ഒരു കാര്യവുമില്ല. ഞാൻ വിനീതമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ജയചന്ദ്രൻ മാസ്റ്ററോട് ചോദിക്കുന്നത്, കെ സുരേന്ദ്രൻ എന്തിനാണ് ഇരട്ട വോട്ടിന്റെ പേരിൽ അദ്ദേഹം ഇലക്ഷൻ കമ്മീഷന് പരാതി ഇലക്ഷൻ പെറ്റീഷൻ കൊടുത്തത്? ഇരട്ട വോട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ. അപ്പോ ഇവിടെ ഒരു കാര്യം ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുക, അത് വെറുതെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതല്ല. ഇനി ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ 45 ദിവസത്തിനുള്ളിൽ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇതെങ്ങനെ കഴിയുമെന്നേ? ഇത്രയും വോട്ടർ പട്ടിക, അതായത് ഒരു പാർലമെന്റ് മണ്ഡലത്തിന്റെ അകത്ത് ഒരു നിയമസഭാ മണ്ഡലത്തിലുള്ള മുഴുവൻ വോട്ടർ പട്ടികയും പരിശോധിച്ച് അതിന്റെ അകത്തെ ഇരട്ടിപ്പും ഇതുമൊക്കെ കണ്ടെത്തുന്നതിനുണ്ടായ സമയമാണ്. ഞങ്ങൾ ആ സമയം അതിനെ അംഗീകരിക്കുന്നു. 45 ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. 45 ദിവസത്തിനുള്ളിൽ കഴിഞ്ഞില്ല എന്ന സാങ്കേതികത്വത്തിന്റെ പേരിൽ നീ കുറ്റവാളിയാണ് എന്ന് ഈ വിഷയം ചൂണ്ടിക്കാണിച്ച ആളോട് പറയുമ്പോൾ ഇതെന്ത് ജനാധിപത്യമാണ്? ആ ജനാധിപത്യത്തിൽ ഞങ്ങൾ പറയുന്നു, ഫെയർ ആൻഡ് ഫ്രീ ഇലക്ഷൻ നടത്താൻ ബാധ്യസ്ഥമായ ഇലക്ഷൻ കമ്മീഷൻ ഈ കാര്യത്തിൽ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ഇലക്ഷൻ കമ്മീഷന്റെ വാർത്താ സമ്മേളനം അത് BJP നേതാക്കൾ നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ മറ്റൊരു പതിപ്പ് എന്നുള്ളതേ ഉള്ളൂ. അല്ല ഞങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങളോ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളോ ഇതൊന്നും പറഞ്ഞില്ല. ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് എന്താ പറഞ്ഞ ഇലക്ട്രോണിക് ഡാറ്റ നൽകാൻ പറ്റത്തില്ല, സ്വകാര്യത ലംഘിക്കുമെന്ന്. പോളിംഗ് ബൂത്തിനകത്ത് എന്ത് സ്വകാര്യതയാണ് സാർ? നമ്മൾ നാട്ടിൽ കണ്ടിട്ടില്ലേ എത്രയോ രാഷ്ട്രീയ നേതാക്കൾ, സിനിമാ താരങ്ങളൊക്കെ വോട്ട് ചെയ്യുന്നതിന്റെ ചിത്രം എന്ന് പറഞ്ഞാൽ ആർക്ക് വോട്ട് ചെയ്യുന്നില്ല, അവർ വോട്ട് ചെയ്യുന്നതിന്റെ ചിത്രങ്ങൾ പത്രത്തിൽ വരുന്നില്ലേ? വോട്ടിലെ സ്വകാര്യത എന്താ? ആർക്കാണ് വോട്ട് ചെയ്യുന്നത് എന്ന് നമുക്കറിയത്തില്ല. അതാണ് പോളിംഗ് ബൂത്തിനകത്ത് ആ പെട്ടി മറച്ചു വെച്ച് നമ്മൾ വോട്ട് ചെയ്യുന്നത്. ബാക്കി എന്ത് സ്വകാര്യതയാണ് അവിടെ ഉള്ളത്? അവിടെ എന്ത് സ്വകാര്യതയാണ് ലംഘിക്കപ്പെടുന്നത്? ഇവിടെ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം, ഈ ഇരട്ട വോട്ടർമാരും വ്യാജ വോട്ടർമാരും പേരില്ലാത്തവരും ഊരില്ലാത്തവരും അഡ്രസ് ഇല്ലാത്തവരും ഒക്കെ വന്ന് വോട്ട് ചെയ്തിരിക്കുന്നത് അത് തിരിച്ചറിയണമെങ്കിൽ ഈ എന്താ പറഞ്ഞ ഇലക്ട്രോണിക് മെഷീൻസ് അതിന്റെ വിവരങ്ങൾ ഞങ്ങൾക്ക് നൽകണം. ഞങ്ങൾക്കത് നൽകുന്നില്ല. അനുരാഗ് ഠാക്കൂറിന് കിട്ടുന്നു, ഞങ്ങൾക്ക് നൽകുന്നില്ല. ഞങ്ങൾ ഈ പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് 6 മാസം കൊണ്ട് ഇത് കണ്ടെത്തി ഞങ്ങൾ ഇതിനെക്കുറിച്ചുള്ള പരാതി കൊടുത്തിരിക്കുന്നു. അപ്പൊ പരാതി കൊടുത്തിരിക്കുന്നവൻ തെളിവുമായിട്ട് വരണം, അല്ലെങ്കിൽ നിന്നെ ഇപ്പൊ അറസ്റ്റ് ചെയ്യും, ഇല്ലെങ്കിൽ സത്യവാങ്മൂലം കൊടുത്തില്ലെങ്കിൽ ക്രിമിനൽ നടപടി എടുക്കും എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷനിലൂടെ പക്ഷപാതപരമായിട്ട് BJPയുടെ ചട്ടുകമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു രാജ്യത്ത് ഏറ്റവും ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും വലുത്, ഞാൻ ഒറ്റ മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ചോളാം. അതായത് റഷ്യയിൽ തെരഞ്ഞെടുപ്പ് നടന്നു. നമ്മുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ ഒരു 4 മാസം മുമ്പ് പുടിൻ പറഞ്ഞ എന്താണെന്നറിയോ? എല്ലാം ഭദ്രമായ തെരഞ്ഞെടുപ്പാണ്, എല്ലാവർക്കും അവകാശം. വോട്ടർ പട്ടികയിൽ പുടിൻ വോട്ട് ചെയ്യുന്ന ആളുകളുടെ മാത്രം പേര്, ബാലറ്റ് പേപ്പറിൽ പുടിന്റെ പേര് മാത്രം. അപ്പൊ പിന്നെ 90% 98% വോട്ട് പുടിനാണല്ലോ കിട്ടിയത്. അങ്ങനെ പുടിൻ നടത്തുന്ന ഇലക്ഷൻ അത് റഷ്യയിലാണ്. കിങ് ജോങ്ങിന് അയാൾക്ക് മാത്രമുള്ള വോട്ടും വോട്ടർ പട്ടികയും അത് അവിടെയാണ്. ഇത് ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ വിയോജിക്കുന്നവർക്കും ശരി, ആ പോയിന്റ് അവിടെ നിന്നുകൊണ്ട് ഞാൻ തിരികെ സേനാപതി വിടോ. ശ്രീ TP ജയചന്ദ്രൻ, ഭരണഘടനാ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത, വിശുദ്ധി ഇതൊക്കെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉയർത്തുകയാണ്. ശരിയല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു, അത് BJPയും പറയുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായിട്ട് നിൽക്കുകയാണ് എന്നുള്ള ആരോപണത്തിന് മറുപടി ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പോലെ അനുരാഗ് ഠാക്കൂറിന് സമാന ആരോപണത്തിന് അഫിഡവിറ്റ് ആവശ്യപ്പെടാത്ത കമ്മീഷൻ അത് രാഹുൽ ഗാന്ധിയോട് മാത്രം ചോദിക്കുമ്പോൾ കോൺഗ്രസും ഇന്ത്യ സഖ്യവും ചോദിക്കുന്ന ചോദ്യം അവിടെ ബാക്കിയാകുകയാണ്.
കമ്മീഷൻ സംസാരിക്കുന്നത് BJPക്ക് വേണ്ടിയാണോ എന്നുള്ളത് സ്വാഭാവികമായിട്ടും അതിന് ഏത് തരത്തിലുള്ളൊരു വിശദീകരണം BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകും? ഇത് പുറത്തു നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുതാര്യമല്ല എന്നൊരു ആരോപണമുണ്ടെങ്കിൽ അത് അന്വേഷിക്കുകയോ അതിൽ ജനാധിപത്യപരമായ ഒരു നിലപാടെടുക്കുകയോ അല്ലേ പാർട്ടി വേണ്ടിയിരുന്നത്? കമ്മീഷൻ ജനാധിപത്യത്തിന് അല്ലെങ്കിൽ BJPയുടെ പക്ഷമാണോ അല്ലയോ എന്ന് പറയാൻ ഞാൻ ആളല്ല. കാരണം ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വക്താവായിട്ടല്ല ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അതിന് ബാധ്യതയും ഉത്തരവാദിത്വവും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷെ ഇത് 2014 ശേഷം കോൺഗ്രസുകാർക്ക് ആരംഭിച്ച ഒരു പ്രത്യേകതയാണ്. അവർക്ക് ഈ രാജ്യത്തെ നിയമത്തിൽ വിശ്വാസമില്ല, അവർക്ക് ഈ രാജ്യത്തെ കോടതിയിൽ വിശ്വാസമില്ല. 1960 രാഹുൽ ഗാന്ധിയുടെ പിതാവിന്റെ മാതാവിന്റെ പിതാവ് ജവഹർലാൽ നെഹ്റു പാസാക്കിയ അല്ലെങ്കിൽ അദ്ദേഹം നടപ്പിൽ വരുത്തിയ പീപ്പിൾസ് റെപ്രസെന്റേറ്റീവ് ആക്ടിന്റെ അതിൽ പറയുന്ന ചട്ടങ്ങളോ ഒന്നും പാലിക്കാനുള്ള ഒരു ബാധ്യതയും അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇങ്ങനെ ഒരു കക്ഷിക്ക് ജനാധിപത്യത്തിലും ഭരണഘടനയിലും മൂല്യങ്ങളിലും രാജ്യത്തെ സ്ഥാപനങ്ങളിലും ഒന്നും വിശ്വാസമില്ലാതെ എത്ര കാലം മുമ്പോട്ട് പോകാൻ സാധിക്കും? ഇനി ഇവർ ഉയർത്തുന്ന ചില വിഷയങ്ങൾ എന്താണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷനാണോ ഞാൻ ചോദിക്കുന്നത് ഒരു വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത്? ഒരു ജ്ഞാനേഷ് കുമാറും അദ്ദേഹത്തിന്റെ കൂടെയുള്ള 2-3 ആളുമാണ്. ഒരുപാട് ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ നീട്ടിയും പരത്തിയും ഒന്നും പറയുന്നില്ല. ഞാൻ എന്റെ സുഹൃത്ത് സേനാപതി വേണുവിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി പറയുന്നത്, ബോധ്യപ്പെടുത്തുന്നത്, സർ, ഒരു വോട്ടർ ആവാൻ ഒരു വ്യക്തിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അയാൾ 18 വയസ്സായതും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പൂർത്തിയാകുന്നു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ കലക്ടറുടെ ഉത്തരവ് പ്രകാരം അതാത് സംസ്ഥാനത്തെ തഹസിൽദാർമാർ നിശ്ചയിക്കുന്ന BLO മുമ്പാകെ അവതരിപ്പിക്കുമ്പോൾ, രേഖകൾ നൽകുമ്പോൾ അതിനുശേഷമാണ് നടപടികൾ ആരംഭിക്കുന്നത്. അതായത് ഒരാൾക്ക് വോട്ടർ ലിസ്റ്റിൽ വോട്ടർ പേര് വരണമെങ്കിൽ അയാൾ വിചാരിക്കണം, അതിനാവശ്യമായ തെളിവുകൾ അദ്ദേഹം നൽകണം. രണ്ടാമത്തെ കാര്യം, ഒരാൾ തെരഞ്ഞെടുപ്പിൽ നിന്നും ഒരാളെ നീക്കം ചെയ്യണമെങ്കിൽ ആ വാർഡിലെ ഒരു വോട്ടർ വിചാരിക്കണം, ആ ബൂത്തിലെ ഒരു വോട്ടർ വിചാരിക്കണം. അയാൾ വിചാരിച്ചത് കൊണ്ട് മാത്രമാവില്ല, അത് BLOയുടെ കയ്യിൽ കൊടുക്കണം. BLO അതിലെ ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തണം, അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് കൊടുക്കണം. തള്ളണമെങ്കിൽ അത് ഹിയറിങ്ങിന് ക്ഷണിക്കണം ആ കക്ഷിയെ. ഇതൊക്കെയാണ് വർഷങ്ങളായിട്ട് ഞാൻ പഠിച്ച തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഒരാളെ പേര് ചേർക്കുന്നതിനും ഒരാളെ തള്ളിക്കളയുന്നതിനുമുള്ള മാനദണ്ഡം. വർഷങ്ങളായി രാജ്യം തുറന്നു പോരുന്നതും ഇത് തന്നെയാണ്. ഇനി ഇപ്പൊ എന്റെ സേനാപതി വേണു ചോദിച്ച ഒരു ചോദ്യം, അല്ല ഒരു കടലാസ് കിട്ടിയാൽ ഇങ്ങനെ 10 ദിവസം കൊണ്ട് സാധിക്കുമോ? സർ, ഒരാഴ്ച മതി സേനാപതി വേണു. പൊളിറ്റിക്സ്, രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് 24/7/365 ആണ്. പട്ടായയിൽ പോയി അവിടത്തെ തന്റെ എന്താ പറയുക അവധിക്കാലമൊക്കെ കഴിഞ്ഞ് ഓടി വന്ന് നടത്തേണ്ട ഒന്നല്ല രാഷ്ട്രീയ പ്രവർത്തനം. ജനാധിപത്യവും രാഷ്ട്രീയ പ്രവർത്തനവും തെരഞ്ഞെടുപ്പ് കുറ്റമറ്റതാക്കലും ഒക്കെ പറയുന്നത് പൗരന്മാരുടെ നിതാന്ത ജാഗ്രതയും രാഷ്ട്രീയ പാർട്ടികളുടെ ശക്തമായ ഇടപെടലും മൂലം സാധ്യമാകേണ്ടതാണ്. ഇനി നിങ്ങൾ ചോദിച്ചു ഒരാഴ്ച മതിയോ? മതി സർ, ഒരാഴ്ച വേണ്ട. ഇപ്പൊ കേരളത്തിലെ ലോക്കൽ ബോഡിക്കുള്ള ഇലക്ഷൻ ബന്ധപ്പെട്ട പട്ടിക കയ്യിൽ കിട്ടി. ഞങ്ങൾക്ക് ഒരാഴ്ച സമയമേ വേണ്ടി വന്നിട്ടുള്ളൂ. അതിൽ 2,69,799 ഇരട്ടിപ്പുണ്ട്. കാരണം BJPയുടെ വർക്കർമാർ 7x24x364 അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. വർഷങ്ങളായിട്ട് നിങ്ങൾ ഇത് മാത്രമാണോ സേനാപതി വേണു? എന്തിനാണ് കോടിക്കണക്കിന് രൂപ വിലയുള്ള തെരഞ്ഞെടുപ്പിന്റെ ഈ വോട്ടർ പട്ടിക പ്രിന്റ് ചെയ്ത് നിങ്ങൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ ഏജന്റുമാർക്ക് BLA മാർക്ക് സൗജന്യമായി കൊടുക്കുന്നതിന്റെ ആവശ്യകത എന്താണ് സേനാപതി വേണു? ഒരു വാർഡിൽ അല്ലെങ്കിൽ ഒരു ബൂത്തിൽ സേനാപതി വേണു പരമാവധി ഉള്ളത് 700 വോട്ടർമാരാണ്, അല്ലെ 750 വോട്ടർമാരാണ്. ആ 300 വീടുകളായിരിക്കും ഉണ്ടാവുക. അതിൽ 2 ആയിട്ടാണ് ഇപ്പം നിലക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ 150 വീട്, ഒരു 700 വോട്ട്. ഒരു BLAക്ക് 700 വോട്ടർമാരെ പരിശോധിക്കാൻ ഇരട്ടിപ്പുണ്ടോ, മരിച്ചവരാണോ, അർഹതപ്പെട്ടവർ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ എത്ര ദിവസം വേണം സേനാപതി വേണു? ഒരു പരാതി കൊടുക്കാൻ നിങ്ങൾക്ക് അവകാശമില്ലേ? നമുക്ക് അവകാശമില്ലേ? ആ പരാതി ജനുവിൻ അല്ലെങ്കിൽ അതിന് ഹിയറിങ്ങിന് വിളിക്കില്ലേ? അവിടെ പോയിട്ട് തിരുത്തിക്കൂടെ? അവിടെയും തിരുത്തുന്നില്ല. നമ്മുടെ കയ്യിൽ വീണ്ടും കിട്ടുന്നു കരട് വോട്ടർ പട്ടികയ്ക്ക് ശേഷം ഫൈനൽ വോട്ടർ പട്ടിക. ഇതിനും ഇതേമാതിരിയുള്ള നടപടിക്രമങ്ങളില്ലേ? അവിടെയും നിങ്ങൾ എന്തെങ്കിലും കൊടുക്കും? ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. ഇന്ത്യ രാജ്യത്ത് ഈ ആരോപിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിങ്ങൾ സാമ്പിളായിട്ട് ഒരു വോട്ടർ പട്ടികയിലെങ്കിലും ഒരു ബൂത്തിലെങ്കിലും നിങ്ങൾക്ക് പരാതി ഉള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ടോ?
ഇലക്ഷൻ കമ്മീഷൻ ഇതൊക്കെ നമുക്ക് വിടാം. ശ്രീ ടി പി ജയചന്ദ്രൻ, ഒറ്റ കാര്യം ഞാനൊന്ന് ചുരുക്കി പറയാം. പല ജനങ്ങളെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിർത്തി ഇയാൾ 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 ഈ പേരുകാർ എന്ന് പറഞ്ഞുകൊണ്ട് കൂടിയാണ് രാഹുൽ ഗാന്ധി ഇതിനൊക്കെ മറുപടി പറയുന്നത്. ഇംപീച്ച്മെന്റ് നോട്ടീസിലേക്ക് ഒരുങ്ങുന്നു പ്രതിപക്ഷം എന്നുള്ള ഒരു വലിയ കാര്യമുണ്ട്. അത് ഏത് തരത്തിൽ ബി ജെ പി കാണുന്നു? അതൊരു ഭരണഘടനാ സ്ഥാപനത്തെ മാത്രമല്ല ചോദ്യം ചെയ്യുകയുണ്ടാവുക. അത് ഇന്ത്യ സഖ്യം ഉന്നയിക്കുന്ന ആരോപണമാണെങ്കിൽ അത് ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുന്നു കമ്മീഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു നടപടിയിലേക്ക് പ്രതിപക്ഷം കടക്കുന്നത്. അത് ഏത് തരത്തിൽ കാണുന്നു? ഇത് വളരെ സിമ്പിളാണ്. കോൺഗ്രസിന്റെ കീഴിൽ പ്രവർത്തിക്കാത്ത ഏത് ഏജൻസിയെയും അവർ ഇംപീച്ച് ചെയ്യാനും അവർ ഉപദ്രവിക്കാനും പോകും. നോക്കൂ, ആദ്യമായി ഇന്ത്യയിൽ ഇംപീച്ച്മെന്റ് നടപടി നേരിട്ടത് ആരാണെന്ന് അവർണയ്ക്ക് അറിയുമോ? TN ശേഷൻ. നിശ്ചയിച്ചത് കോൺഗ്രസ്. TN ശേഷൻ എന്ത് ചെയ്തു? ആളുകളുടെ ചുമരിൽ കയറി വസ്ത്രം ഒട്ടിക്കുന്നതും സ്ഥാനാർത്ഥികൾ നിയമം ലംഘിക്കുന്നതും സാധാരണക്കാരുടെ നെഞ്ചത്ത് കയറുന്നതിനും ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ അതുവരെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചെയ്യാത്ത രൂപത്തിൽ കുറ്റമറ്റ രൂപത്തിൽ നടപ്പിലാക്കി കോൺഗ്രസിന് അസ്വസ്ഥതയുണ്ടായി. ഇംപീച്ച് ചെയ്യാൻ പോയി. കോൺഗ്രസ് നിശ്ചയിച്ച ശേഷം കോൺഗ്രസിന് വഴങ്ങാത്തത് കൊണ്ട് ആദ്യം 2 അഡീഷണൽ അവർണയ്ക്ക് അറിയുമെന്ന് എനിക്ക് എന്റെ വിശ്വാസം. ശേഷനെ വിലക്കി നിർത്താനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൂടെ 2 അഡീഷണൽ ആളുകളെ നിശ്ചയിച്ചു കൊടുത്തത്. അവിടെയും ശേഷം വഴങ്ങിയില്ല. ശേഷന് വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഗവൺമെന്റ് ഇംപീച്ച്മെന്റ് എവിടെ എത്തി? ഇപ്പൊ ഇംപീച്ച്മെന്റ് കാണിച്ച് ഇവരാരെയെ പേടിപ്പിക്കുന്നത്? അവർണ ഇംപീച്ച്മെന്റ് നടപ്പിലാകണമെങ്കിൽ അവർണയ്ക്ക് അറിയാമല്ലോ രാജ്യസഭയിലും ലോക്സഭയിലും എത്ര വേണമെന്ന്. എന്തിന്റെ പേരിലാണ്? ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിന് ഞാൻ കുറച്ച് കാണുന്നില്ല അപർണ. പക്ഷേ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അതാണ് ആ പോയിന്റ് ആണ് ഞാൻ തിരികെ എത്താം. ശ്രീ ടി പി ജയചന്ദ്രൻ, ശ്രീ ടി അസഫ് അലി, 3-2 ഭൂരിപക്ഷത്തിന്റെ വോട്ടോടെ ഈ പാർലമെന്റിലെ ഇരുസഭകളും പ്രമേയം പാസാക്കിക്കൊണ്ട് ഒരു ഇംപീച്ച്മെന്റ് നടക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. പകരം ഇംപീച്ച്മെന്റിലേക്ക് കടക്കുകയാണ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഭരണഘടനാ സ്ഥാപനം വിശ്വസിക്കാൻ കൊള്ളുന്നതല്ല എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് ജനങ്ങളെ കൊണ്ടെത്തുക, അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാക്കുക, അതിലൊരു രാഷ്ട്രീയ നീക്കമാണ് നടത്തുന്നത്. വെറും ഒരു ഭീഷണി മാത്രമാണ് എന്ന് BJP വിലയിരുത്തുന്നുണ്ട്. ഒരു രാഷ്ട്രീയ പ്രതികാരം മാത്രമായിട്ട് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇന്ത്യ സഖ്യവും ഉന്നയിച്ച ആരോപണങ്ങൾ ചെറുതാക്കപ്പെടും. അങ്ങനെ ഒരു നീക്കം അങ്ങനെയൊന്നില്ലേ? ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ ഇംപീച്ച് ചെയ്യുന്നത് ഒരു സുപ്രീം കോടതി ജഡ്ജിയെ സ്ഥാനത്ത് നീക്കുന്നതിന് തുല്യമാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ സ്ഥാനത്ത് നീക്കം ചെയ്യണമെങ്കിൽ ഇംപീച്ച്മെൻറ്റ് വഴിയിൽ കൂടിയേ സാധിക്കുകയുള്ളൂ. ഇംപീച്ച്മെൻറ്റിനുള്ള കാരണങ്ങൾ എന്താണ്? ഇംപീച്ച്മെൻറ്റ് ഭൂരിപക്ഷവും ന്യൂനപക്ഷവും നോക്കിയിട്ട് BJP ചിലപ്പം അത് വിജയിച്ചേക്കാം. പക്ഷേ ഇംപീച്ച്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് പാർലമെൻറ്റ് മെമ്പർമാരെ ന്യായാധിപനാക്കിയിട്ടുള്ളൊരു കുറ്റവിചാരണയാണ്. അതുകൊണ്ടാണ് രാമസ്വാമി എന്ന് പറയുന്ന ജഡ്ജിയെ ഇംപീച്ച് ചെയ്യാൻ വേണ്ടിയുള്ള പ്രമേയം പാർലമെൻറ്റിൽ അവതരിപ്പിച്ചപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി പറഞ്ഞത് വിപ്പ് കൊടുക്കില്ല. വിപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ വിധിന്യായം എഴുതി കൊടുക്കുന്നതിന് തുല്യമാണ്. പാർലമെൻറ്റ് മെമ്പർമാരുടെ സ്വതന്ത്രമായ തീരുമാനത്തിന് വിട്ടിരിക്കുന്നു. അപ്പോൾ ഭൂരിപക്ഷം ന്യൂനപക്ഷമല്ല. ഇംപീച്ച്മെൻറ്റിനുള്ള പ്രധാനപ്പെട്ട 2 കാരണമാണ്. ആ കാരണം ഇവിടെ ഉണ്ടോ എന്ന് നമ്മളൊന്ന് ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയപരമായും ഒരു അക്കാഡമിക്കലായും ലീഗലായും വളരെ ഗുണകരമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൂവൺ ഇൻകപ്പാസിറ്റി, തെളിയിക്കപ്പെട്ട കൊള്ളരുതായ്മ, അല്ലെങ്കിൽ പ്രൂവൺ മിസ്കോണ്ടക്ട്, തെളിയിക്കപ്പെട്ട സ്വഭാവ ദൂഷ്യം, ഈ 2 കാരണമാണ് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇംപീച്ച് ചെയ്യുവാൻ പരമപ്രധാനമായിട്ടുള്ള കാരണം. നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് എന്തെല്ലാം ആരോപണം പറഞ്ഞാലും അദ്ദേഹം കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തുന്നത് വരെ അയാൾ ഇത്ര കൊള്ളരുതാത്ത ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വെറുതെ പറയുകയല്ല. അദ്ദേഹം പല ചോദ്യങ്ങൾക്കും ഒഴിഞ്ഞു മാറി. പക്ഷേ അദ്ദേഹം 2-3 ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വന്നു. ആ മറുപടി പരിശോധിച്ചാൽ അദ്ദേഹം തിരഞ്ഞെടുപ്പ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്നല്ല, ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ ആഫീസിലെ ഒരു പ്യൂണായിട്ട് പോലും നിർത്താൻ യോഗ്യനല്ല എന്ന് ഞാൻ പറയും. എന്നെ പറയാനൊന്ന് സമ്മതിക്കണം. നമ്മുടെ നാട്ടിൽ ഒരു 3 തരം വോട്ടാണുള്ളത്. ഒന്ന് ജനറൽ എലക്ടേഴ്സ്, പൊതുവെ വോട്ട് രജിസ്റ്റർ ചെയ്യുന്നവർ. പിന്നൊന്ന് സർവീസ് വോട്ടേഴ്സ്, പിന്നൊന്ന് ഓവർസീസ് വോട്ടേഴ്സ്,
വിദേശത്തുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള റൈറ്റ്. ഇങ്ങനെ 3-ന് പകരം അദ്ദേഹം പറഞ്ഞൊരു 4ാമത്തെ കാറ്റഗറി ഉണ്ട് എന്ന് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അതേതാണെന്നറിയുമോ? പത്രക്കാരെ ചോദിച്ചു, വീട്ടു നമ്പറിന് പകരം 0 ചേർത്താൽ എന്താ പറയാൻ? അദ്ദേഹം പറഞ്ഞത് ഹോംലെസ് വോട്ടറാണ്, അലഞ്ഞു തിരിയുന്നവർക്ക് വോട്ടവകാശം കൊടുത്തതാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നുകിൽ അദ്ദേഹം കൊള്ളരുതാത്തവനാണെന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും, അല്ലെങ്കിൽ അദ്ദേഹം ഗുരുതരമായ സ്വഭാവ ദൂഷ്യം, അതായത് കേന്ദ്രത്തിലെ ഭരണകക്ഷി ഒന്ന് വഴങ്ങാൻ പറയുമ്പോൾ അവരുടെ മുമ്പിൽ നിന്ന് എഴയുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത്. കാരണം ബീഹാറിലെ വോട്ടർ പട്ടികയിൽ ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ തന്നെ ഒപ്പിട്ട ഉത്തരവിൽ പറയുന്നു, ഒരു വോട്ട് ചേർക്കാൻ വന്നവൻ അവൻ്റെ ID ആയി ആധാർ കാണിച്ചാൽ അത് സ്വീകരിക്കരുത്, അത് പോരാ. അദ്ദേഹത്തിൻ്റെ വോട്ടർ ID, ഇലക്ഷൻ കമ്മീഷൻ തന്നെ കൊടുത്ത വോട്ടർ ID അദ്ദേഹത്തിൻ്റെ തിരിച്ചറിയൽ കാർഡായി കൊടുത്താൽ അത് രജിസ്റ്റർ ചെയ്യാൻ പാടില്ല എന്ന് സുപ്രീം കോടതിയിൽ വരെ സത്യവാങ്മൂലം കൊടുത്ത ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പറയുന്നു. വീടില്ലാതെ അലഞ്ഞു തിരിയുന്നവർക്ക് വോട്ട് കൊടുത്തതാണ് ഈ 0 നമ്പർ ഭവനം എന്ന് പറഞ്ഞാൽ ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ കൊള്ളരുതാത്തവനാണ് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? ഹൗ യു ആർ ഗെറ്റിംഗ് എ വോട്ട് രജിസ്റ്റേർഡ്? എങ്ങനെയാണ് നിങ്ങൾ ഒരു വോട്ട് രജിസ്റ്റർ ചെയ്ത് കിട്ടുന്നത്? ഒരാൾക്ക് വോട്ട് രജിസ്റ്റർ ചെയ്ത് കിട്ടണമെങ്കിൽ അദ്ദേഹം ഫോം 6 ഒപ്പിട്ട് കൊടുക്കണം. ഫോം 6ഓടൊപ്പം തന്നെ 1950 ജനപ്രാതിനിധ്യ നിയമം 18, 19, 20 വകുപ്പും കൂടി ഒന്ന് വായിച്ചു നോക്കുന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടല്ല, അദ്ദേഹം അത് കാണുമ്പോൾ കണ്ണടക്കുന്നതാണ്. അതിലെന്താ പറയുന്നത്? 18 വയസ്സ് പൂർത്തിയായിരിക്കണം ഒരാൾ വോട്ട് രജിസ്റ്റർ ചെയ്ത് കിട്ടാൻ. പിന്നെ എന്താണ് ക്വാളിഫിക്കേഷൻ? അദ്ദേഹം ഒരു ഓർഡിനറി റെസിഡന്റ് ആയിരിക്കണം, ഒരു സാധാരണ താമസക്കാരനായിരിക്കണം. സാധാരണ താമസക്കാരൻ എന്താണ്? 1950 ജനപ്രാതിനിധ്യ നിയമം 20-ാം വകുപ്പിൽ അത് വ്യാഖ്യാനിച്ച് വിവരിച്ചിരിക്കുക. അതിനെ ചുറ്റിപ്പറ്റി അതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങളുണ്ട്. നിങ്ങളൊരു നിയോജക മണ്ഡലത്തിൽ വോട്ട് ചേർക്കാൻ ഉദ്ദേശിക്കുന്ന നിയോജക മണ്ഡലത്തിൽ നിങ്ങൾക്കൊരു വീടുണ്ട്. ആ വീടുള്ളതിൻ്റെ പേരിൽ മാത്രം, സ്വന്തമായി വീടുള്ളതിൻ്റെ പേരിൽ മാത്രം നിങ്ങൾക്ക് വോട്ട് രജിസ്റ്റർ ചെയ്ത് കിട്ടില്ല. നിങ്ങൾക്കൊരു വീടുള്ളൂ എന്ന ഒരൊറ്റ കാരണത്താൽ നിങ്ങളുടെ താമസക്കാരനാണ് എന്ന നിഗമനത്തിൽ എത്താൻ പറ്റില്ല. അങ്ങനെ 6 മാസം താമസിക്കുന്ന എല്ലാവർക്കും വോട്ട് രജിസ്റ്റർ ചെയ്ത് കിട്ടുമോ? ഇല്ല. നിങ്ങളൊരു ആശുപത്രിയിൽ 6 or 7 മാസം സ്ഥിരമായി ചികിത്സയിലാണെങ്കിൽ ആ ആശുപത്രിയിൽ നിൽക്കുന്ന നിയോജക മണ്ഡലത്തിൽ അദ്ദേഹത്തിന് വോട്ട് രജിസ്റ്റർ ചെയ്ത് കിട്ടുമോ? 20-ാം വകുപ്പ് പറയുന്നു പറ്റില്ല. നിങ്ങൾ ഒരു ജയിലിൽ ജീവപര്യന്തം തടവ് ശിക്ഷിക്കുന്നു, കണ്ണൂർ സെൻട്രൽ ജയിലിൽ. ആ തടവുകാരെല്ലാം അവിടെ ജീവിതകാലം മുഴുവനും അവിടെ താമസമാണ്. നിങ്ങൾക്ക് ആ നിയോജക മണ്ഡലത്തിൽ വോട്ട് രജിസ്റ്റർ ചെയ്ത് കിട്ടില്ല. പക്ഷേ നിങ്ങൾ കുറഞ്ഞ സമയം അവിടുന്ന് മാറി താമസിക്കുന്നു. ബഹുമാനപ്പെട്ട കെ കരുണാകരൻ അദ്ദേഹം മുഖ്യമന്ത്രിയായി MLA ആയി തിരുവനന്തപുരത്ത് താമസം മാറ്റിയപ്പോൾ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തു. അദ്ദേഹം മാളയിൽ താമസമില്ല. 20-ാം വകുപ്പ് പറയുന്നു MLA-മാരും MP-മാരും സ്വന്തം വീട്ടിന്റെ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് MLA MP എന്ന നിലയിൽ 6 മാസം കുറച്ച് വിട്ടു താമസിച്ചാലും നിങ്ങൾ ഓർഡിനറി റെസിഡന്റ് തന്നെയാണ്. അപ്പൊ വോട്ട് രജിസ്റ്റർ ചെയ്ത് കിട്ടാനുള്ള ഏറ്റവും വലിയ നിയമപരമായ ഒരാവശ്യകത 18 വയസ്സായിരിക്കണം. നിങ്ങളിവിടെ 6 മാസം താമസിച്ചിരിക്കണം. ചീഫ് ഇലക്ഷൻ കമ്മീഷണറോട് ഒരു സാധാരണക്കാരനായ ഞങ്ങൾ ചോദിക്കുന്നു, ഈ വീടില്ലാത്തവന് വോട്ട് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ ഏത് ജനപ്രാതിനിധ്യ നിയമമാണ് നിങ്ങൾ പഠിച്ചത്, നിങ്ങൾ പിന്തുടരുന്നത്? ബീഹാറിൽ ഒരു നിയമം, അത് BJP-ക്കാർക്കൊരു നിയമം, കോൺഗ്രസ്സുകാർക്ക് വേറെ നിയമം, പാർട്ടി ഇല്ലാത്തവർക്ക് വേറെ നിയമം. അതാണോ? അവിടെ ആധാറും കൊണ്ട് ആൾ ക്യൂ നിൽക്കുന്നു. നോട്ട് ബി ആക്സെപ്റ്റഡ്. സുപ്രീം കോടതി പറഞ്ഞത് ആധാർ സ്വീകരിക്കണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ കൊടുത്ത ഐഡന്റിറ്റി കാർഡ് പറ്റില്ലെന്ന് പറഞ്ഞു. അങ്ങനെ നിയമാനുസൃതമായ IDC സ്വീകരിക്കാതെ 65 ലക്ഷം വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഈ ഇന്റൻസീവ് റിവിഷനിൽ നിന്ന് നീക്കിയതിന്
ഇതിന്റെ മറുപടി നാളെ സുപ്രീം കോടതിയിൽ അവർ വിശദീകരിക്കണം. അപ്പൊ ഇത് രണ്ടിലൊരു കാരണമല്ലേ എന്നതാണ് നമ്മുടെ ചർച്ച. ഇത് കൊള്ളരുതായ്മയുടെയും കഴിവില്ലായ്മയുടെയും സ്വഭാവ ദൂഷ്യത്തിന്റെയും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് അങ്ങനെ പരമാധികാരിയൊന്നുമല്ല. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഭരണഘടന നൽകിയിരിക്കുന്ന അധികാരം എന്ന് പറയുന്നത് പാർലമെന്റ് പാസാക്കിയ നിയമത്തിലും ചട്ടങ്ങളിലും ഇല്ലാത്ത ഒരു സപ്ലിമെന്ററി പവേഴ്സ് മാത്രമാണ്. അത് തെളിയിക്കപ്പെട്ടതല്ലേ പരവൂറിലെ തെരഞ്ഞെടുപ്പിൽ അന്ന് ശേഷൻ വോട്ടിംഗ് മെഷീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. വോട്ടിംഗ് മെഷീൻ അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാത്രം വിചാരിച്ചാൽ പറ്റില്ല എന്ന് സുപ്രീം കോടതി AC ജോസ് കൊടുത്ത കേസിൽ പറഞ്ഞില്ലേ വളരെ വ്യക്തമായി. AC ജോസ് വേഴ്സസ് ശിവൻപിള്ള എന്ന് പറഞ്ഞ കേസ് പരിശോധിച്ചാൽ 84 സുപ്രീം കോടതി വിധി പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരം എന്ന് പറയുന്നത് പാർലമെന്റിന് പാസാക്കുന്ന നിയമങ്ങളുടെയും ചട്ടങ്ങളിലും ഇല്ലാത്ത കാര്യങ്ങൾക്കുള്ള ഒരു സപ്ലിമെന്ററി പവേഴ്സ് മാത്രമാണ്. തീർച്ചയായിട്ടും ശ്രീ ടി അസഫ് അലി, ഞാൻ തിരികെ എത്താം. ശ്രീ ടി അസഫ് അലി, അതിനൊരു ബേസേ അതാണ്. ശ്രീ ഷാബു പ്രസാദ്, BJPക്ക് ഒരു നിയമം, കോൺഗ്രസിന് വേറെ നിയമം, വളരെ വ്യക്തമായിട്ട് ജനപ്രാതിനിധ്യ നിയമത്തെ മറികടന്നുകൊണ്ടുള്ള നടപടികൾ നടക്കുക, അത് ചോദ്യം ചെയ്യുമ്പോൾ ഭരണഘടനാ സ്ഥാപനത്തെ അപമാനിക്കുന്നു, അതിന്റെ വിശുദ്ധി നശിപ്പിക്കുന്നു എന്ന് വിളിച്ചു പറയുക, എന്നിട്ടും ഒരു പക്ഷപാതിത്വവും ഈ കമ്മീഷൻ ഇല്ല എന്ന് പറയുന്നത് എങ്ങനെ കഴമ്പുള്ളതായിട്ട് കേൾക്കാൻ സാധിക്കും? ഇല്ല, അതിപ്പം കേൾക്കുന്നവരുടെ സൗകര്യവും കേൾക്കുന്നവരുടെ കാഴ്ചപ്പാടും അനുസരിച്ചാണ് ഭരണം ഇരിക്കുക. അതിൻ്റെ അകത്ത് നമുക്ക് ഒന്നും ചെയ്യാനില്ല. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട അപർണ അടക്കം ചോദിക്കുന്ന ചോദ്യം, രാഹുൽ ഗാന്ധി പത്രസമ്മേളനത്തിൽ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ച കാര്യങ്ങൾക്ക് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എണ്ണി മറുപടി പറഞ്ഞില്ലല്ലോ. ഈ ആരോപണവും പരാതിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇവിടെ ഇരിക്കുന്ന അസഫ് അലി സാറിനെ പോലുള്ളവരോടൊന്നും ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം. അദ്ദേഹത്തിന് ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരു വ്യവസ്ഥാപിതമായ രീതിയുണ്ട്, ഒരു സിസ്റ്റം ഉണ്ട്. അത് കാലങ്ങളായി ഇവിടെ നിലനിൽക്കുന്നത്. ഒരാൾക്ക് ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതി പ്രോസസ്സ് ചെയ്യുന്നതിന്റെ ആ പ്രോസസ്സിൽ കൂടെ കടന്നു പോവുക. അത് ചെയ്യാൻ ഞാൻ തയ്യാറല്ല, ഞങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇനി നിങ്ങൾ ചെയ്തോണം എന്ന് പറയുന്നത് എങ്ങനെയാണ് ശരിയാവുക? ഇനി മറ്റൊരു കാര്യം, ഇവിടെ ഈ ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് പറയുന്നു. ശരി, എന്താണ് ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന സാധനം? നോക്കൂ, ഡൽഹി നിർവാചൻ സദനിൽ ഈ ഇലക്ഷൻ കമ്മീഷണർമാരടക്കം ആകെ 300 എംപ്ലോയീസ് ആണ് ഇലക്ഷൻ കമ്മീഷന്റെ ഡയറക്റ്റ് എംപ്ലോയീസ്. ഇലക്ഷൻ കമ്മീഷന്റെ പേറോളിലുള്ള ഡയറക്റ്റ് എംപ്ലോയീസ് ഈ 300 പേരേ ഉള്ളൂ. എന്നാൽ ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകുന്നത് എത്ര പേർ? അതിന്റെ റെസ്പോൺസിബിലിറ്റി ഉള്ളവർ 50-60 ലക്ഷത്തിലധികം. എക്സ്ട്രീംലി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മുടെ ഇലക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. എക്സ്ട്രീംലി ഡീസെൻട്രലൈസ്ഡ് ആൻഡ് വെൽ ഓർഗനൈസ്ഡ്. അതിലൊന്നും ആർക്ക് സംശയമൊന്നുമില്ല, കാലാകാലങ്ങളായി ഇവിടെ നിൽക്കുന്ന കാര്യം. ഇവിടെ ജയചന്ദ്രൻ മാസ്റ്റർ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു, ഓരോ ലെവലിലും ഒരു ബൂത്തിലെ വോട്ടർമാർക്ക് പരമാവധി നിഷ്കർഷിച്ചിരിക്കുന്നത് 1200 വോട്ടർമാർ പരമാവധി. പക്ഷേ ആവറേജ് ഒരു 800-900 ഒക്കെ വരൂ. ഇത്രയും പേരുടെ പേര് തങ്ങളുടെ, അതായത് ഈ ഒരു ബൂത്ത് ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, BLA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ പരിധിയിലെ ആ ബൂത്തിലെ ഓരോ വോട്ടറെയും നേരിട്ട് മുഖാമുഖം പരിചയമുള്ളവരായിരിക്കും. അവരാണ് ബൂത്തിൽ ഇരിക്കുന്നത്. കരട് വോട്ടർ പട്ടിക ലഭിക്കുന്നു. അവർക്ക് 1 മണിക്കൂർ മതി ഇത് ചെക്ക് ചെയ്യാൻ, 1 മണിക്കൂർ പോലും വേണ്ട. ഇവിടെ വരുന്നു, വോട്ട് ചെയ്യുമ്പോഴെങ്ങനെയാണ് തങ്ങൾക്ക് പരിചയമില്ലാത്ത, തങ്ങൾക്ക് സംശയമുള്ള ഇരട്ട വോട്ടർ, ഇവർ ഈ പറയുന്ന ആരോപണത്തിന്റെ പരിധിയിൽ വരുന്നവർ
അവിടെ വോട്ട് ചെയ്യാൻ വന്നാൽ ചാലഞ്ച് ചെയ്യാനുള്ള അധികാരവും അവകാശവും അവിടെ ഇരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെയും പ്രതിനിധികൾക്കുണ്ട്. എല്ലാം കഴിഞ്ഞ് എഴുതി ഒപ്പിട്ട് തൃപ്തികരം എന്ന് പറഞ്ഞാലല്ലേ ഈ പ്രോസസ്സ് അവസാനിക്കുകയുള്ളൂ, പോളിംഗിന്റെ പ്രോസസ്സ്. അതായത് ഇത് കറക്റ്റ് ചെയ്യാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. നോക്കൂ, 100 കോടിയോളം വരുന്ന ഒരു ഹ്യൂജ് ഡേറ്റയാണ്. ഹ്യൂജ് ഡേറ്റ. അതിൻ്റെ അകത്ത് തീർച്ചയായും അപാകതകൾ ഉണ്ടാകും. അത് പരമാവധി പരിഹരിക്കുക എന്നുള്ളത് മാത്രമേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ചെയ്യാൻ കഴിയുകയുള്ളൂ. സേനാപതി വേണു ഇവിടെ പറഞ്ഞു, അവർക്ക് മെഷീൻ റീഡബിൾ അതായത് ഇലക്ട്രോണിക് ഡേറ്റ കൊടുക്കുന്നില്ല. എന്താണ് ഇലക്ട്രോണിക് ഡേറ്റ? ബഹുമാനപ്പെട്ട സേനാപതി വേണു, ഇപ്പോൾ താങ്കളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിലോ മുമ്പിലിരിക്കുന്ന ലാപ്ടോപ്പിലോ താങ്കൾക്ക് ഈ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ നിന്ന് താങ്കളുടെ ഈ ഇന്ത്യയിലെ ഏത് വാർഡിലെയും ഏത് ബൂത്തിലെയും ഇലക്ഷൻ ഡേറ്റ, ഈ വോട്ടർ ഡേറ്റ ഈ നിമിഷം താങ്കൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും, സെർച്ച് ചെയ്യാൻ പറ്റും. ഇതല്ലേ സാർ ഇലക്ട്രോണിക് ഡേറ്റ എന്ന് പറയുന്നത്? ഇതിന്റെ പേരല്ലേ ഇലക്ട്രോണിക് ഡേറ്റ എന്ന്? പിന്നിവർ പറയുന്ന മെഷീൻ റീഡബിൾ ഡേറ്റ. ഈ മെഷീൻ റീഡബിൾ ഡേറ്റ എന്ന് പറയുന്ന ഫോർമാറ്റ് വരുന്നത് ഒന്നുകിൽ എക്സലിലായിരിക്കും, അല്ലെങ്കിൽ ജേസണിലായിരിക്കും. അങ്ങനെയുള്ള 2-3 ഫോർമാറ്റിലാണ്. അത് മാനിപ്പുലേഷൻ പോസിബിൾ ആയിട്ടുള്ള ഡേറ്റയാണത്. അല്ലാതെ ഈ ഡേറ്റ ഈ മുഴുവൻ ഇന്ത്യയിലെ മുഴുവൻ എവിടെ നിന്നും ഈ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പരിശോധിക്കാൻ പറ്റും. അത് ഇന്നത്തെ ഏത് ടെക്നോളജി, ഇന്ന് ഇഷ്ടം പോലെയുണ്ട് ടെക്നോളജി ഉണ്ട്. നമ്മൾ 21ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്. 21ാം നൂറ്റാണ്ടിന്റെ കാൽഭാഗം കടന്നു. മെഷീൻ റീഡബിൾ ആ ഡേറ്റ നിങ്ങൾക്ക് പരിശോധിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇലക്ട്രോണിക് ഡേറ്റ ഈസ് അവൈലബിൾ സർ, ഈസ് അവൈലബിൾ. ആ സമയത്ത് ഈ വലിയ കെട്ടുകണക്കിന് പേപ്പർ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ഈ കാണിച്ചത് ഒരു തരം ഷോയാണ്. നിങ്ങൾ ഈ നിമിഷം നോക്കിക്കോളൂ, ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണ്ട. നിങ്ങൾ ഈ നിമിഷം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏത് നിയോജക മണ്ഡലത്തിലെയും ബൂത്തിലെ ഇലക്ട്രോണിക് ഡേറ്റ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ പറയുന്നത് കള്ളമല്ലേ, പച്ച കള്ളമല്ലേ? പിന്നെ രാഹുൽ ഗാന്ധി ഇവിടെ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിനെയും ഈ കോൺഗ്രസ് പാർട്ടിയെയും ഒരിക്കലും വിശ്വസിപ്പിക്കാൻ കഴിയില്ല. കാരണം അവർ വിശ്വസിക്കാനും അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടല്ല അവർ ഇതിനിറങ്ങി തിരിച്ചിരിക്കുന്നത്. അവർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം BJP-യെയോ നരേന്ദ്രമോദിയെയോ രാഷ്ട്രീയമായി എതിരിട്ട് തോൽപ്പിക്കാനാവില്ല. അതവർക്ക് ബോധ്യമായി കഴിഞ്ഞു. ഈ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ ഒരു 2-3 മെത്തേഡ് ഉണ്ട്. കൺവിൻസ് ദ കസ്റ്റമർ, കൺഫ്യൂസ് ദ കസ്റ്റമർ, കറപ്റ്റ് ദ കസ്റ്റമർ. ഏറ്റവും നല്ലത് കസ്റ്റമറെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ്. അത് നടക്കാതെ വന്നു കഴിഞ്ഞാൽ കസ്റ്റമറെ കൺഫ്യൂസ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വോട്ടർമാരെ കൺഫ്യൂസ് ചെയ്ത് ഒരു ഓളം ഉണ്ടാക്കി ആ ഒരു ഇതിൽ നിർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവർ കോടതിയിലേക്ക് പോവാത്തത്. അതൊക്കെ എന്തുകൊണ്ട് കോടതിയിലേക്ക് പോകുന്നില്ല? നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാരണവശാലും ഇംപീച്ച് ചെയ്യപ്പെടാനുള്ള സാധ്യത ഇല്ലാതിരിക്കുമ്പോൾ പ്രതിപക്ഷ സഖ്യം നടത്തുന്നത് രാഷ്ട്രീയ പ്രതികാരം മാത്രമാണോ എന്നുള്ളതാണ്. ടി അസഫ് അലി അതിന് മറ്റൊരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇത് പൊതുസമൂഹത്തിന് മുന്നിൽ ഏത് തരത്തിലായിരിക്കും സ്വീകരിക്കപ്പെടുക, ഈ ചിത്രം ഇങ്ങനെയല്ലേ എന്നുള്ളത്. ഞാൻ തിരികെ വരാം മറ്റ് പാനലിസ്റ്റുകളിലേക്ക് കൂടി ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. എന്തു പറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല, കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല.
ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവ് എന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗ്ഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുന്ന കാലത്ത് ഇതിലും വലിയ ലഹരിയിലേക്ക് കടക്കരുതെന്ന് കുട്ടികളോട് ആ രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നോക്കൂ, ശ്രീ സേനാപതി വേണു, ഒരു വലിയ പട്ടികയോളം തെളിവുകൾ നിരത്തുമ്പോഴും ഇത് പൊതുസമൂഹത്തിന് ചർച്ച ചെയ്യാൻ ഇട്ടുകൊടുക്കുമ്പോഴും ഈ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്ന സമയം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. എന്തുകൊണ്ട് ഈ സമയത്ത്? ബീഹാർ വോട്ടെടുപ്പിന് മുൻപ് നടത്തുന്ന ഒരു രാഷ്ട്രീയ നാടകം മാത്രമാണ് എന്ന് BJP പറയുന്ന സമയം കൂടി എടുത്തുകൊണ്ടാണ് കോടതിയിൽ പോകാതെ നടത്തുന്ന ചില ഗിമ്മിക്കുകൾ. ഒരു കാരണവശാലും ഇംപീച്ച്മെന്റ് നടക്കാനുള്ള സാധ്യതയില്ല എന്നിരിക്കെ അപ്പോഴും ആ വാദം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ഭീഷണിപ്പെടുത്തുന്നത് വെറും രാഷ്ട്രീയ പ്രതികാരമാണ് എന്ന് BJP പറയുന്നതിനുള്ള മറുപടി കൂടി. ഒന്ന്, അപർണ, ഇതൊക്കെ അറിയേണ്ടത് ജനങ്ങളാണ്, പൊതുസമൂഹമാണ് അറിയേണ്ടത്. ആ പൊതുസമൂഹത്തോട് ഈ കാര്യം പറയണമെങ്കിൽ ഞങ്ങൾക്ക് അതിന് കിട്ടുന്ന ഒരു അവസരമാണ്. എന്തുകൊണ്ടാ വലിയ ഭൂരിപക്ഷമുള്ള ഗവൺമെന്റുകൾക്കെതിരെ പോലും അവിശ്വാസ പ്രമേയം പാർലമെന്റിൽ കൊണ്ടുവരുന്നത്? ആ അവിശ്വാസ പ്രമേയത്തിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്ത് എന്ന് അത് വളരെ കൃത്യമായി പറയുന്നതിനുള്ള അവസരം. ഞങ്ങളിത് ജനങ്ങളുടെ മുമ്പാകെയല്ലേ പറയുന്നത്. ഇവിടെ ബഹുമാന്യായ ഷാബു പ്രസാദും ജയചന്ദ്രൻ മാസ്റ്ററും പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ എത്ര സംശുദ്ധ, അതായത് 15 മിനിറ്റ് കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇരട്ടയോട്ട്. ഈ വിവരം എന്തേ അന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന K. സുരേന്ദ്രനോട് പറയാത്തത്? ഈ വോട്ടർ പട്ടികയിൽ ഇരട്ടയോട്ട് ചെയ്യുന്നവരെ പിടിക്കാനുള്ള ടെക്നോളജിയൊക്കെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് മാറി മാറി പറയുന്നുണ്ടല്ലോ. എന്തിനാ സുരേന്ദ്രൻ കഴിഞ്ഞ 6-7 കൊല്ലക്കാലം ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വന്നത് ഇരട്ടയോട്ടിന്റെ പേരിൽ? അപ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങളുടെ യുക്തിക്ക് ചേരുന്ന രീതിയിൽ, അതായത് നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ ഈ കാര്യങ്ങൾ പറയുന്നു. അടൂർ പ്രകാശ് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രം കണ്ടെത്തിയത് 1.25 ലക്ഷത്തിലധികം ഇരട്ട വോട്ടുകളാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് വളരെ പരിമിതമായ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. ഇത്രയും കണ്ട് അത് ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ട് നടക്കാത്തതുകൊണ്ട് ഹൈക്കോടതി വരെ പോയാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ നേടിയത്. നമ്മൾ വേറൊന്നും വേണ്ടതേ. എടക്കാട് തെരഞ്ഞെടുപ്പ് അസഫലി സാറും ഞങ്ങളും ഒക്കെ, നിങ്ങൾ ജയചന്ദ്രൻ സാർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അദ്ദേഹവും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 91 എടക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ വിജയിച്ചത് O. ഭരതനാണ്. K. സുധാകരൻ O. ഭരതന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തെ ചലഞ്ച് ചെയ്തുകൊണ്ട് അത് ഹൈക്കോടതി അത് അംഗീകരിക്കുകയും അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തെ റദ്ദ് ചെയ്യുകയും K. സുധാകരനെ വിജയിയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തത്. അതൊക്കെ നമ്മുടെ ചരിത്രത്തിൽ നമുക്ക് ഓർമ്മയുള്ള കാര്യങ്ങളല്ലേ. ഞാനിവിടെ പറയുന്നത്, ഇവിടെ വോട്ടർ പട്ടികയിൽ ഞാൻ RVS പെരിശാസ്ത്രി എന്ന് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായിരുന്നു ശേഷനൊക്കെ വരുന്നതിന് മുമ്പ്. അദ്ദേഹം റിട്ടയർ മീൻസ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്ഥാനം ഒഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിലാണ് അദ്ദേഹം ഒരു ലേഖനം കൊടുത്തത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഇപ്പോ പഴയതുമാതിരി ബൂത്ത് ക്യാപ്ചറിങ് അത് ബീഹാറിലും UP യിലും ഒക്കെ ഉള്ളതായിരുന്നു. ഈ എന്താ പറഞ്ഞ ഗുണ്ടാ സംഘങ്ങൾ വന്ന് പോളിംഗ് ബൂത്ത് പിടിച്ചെടുത്ത് അവർക്ക് ഇഷ്ടമുള്ള ചിഹ്നത്തിൽ വോട്ട് കുത്തിയിട്ടിട്ട് പോകുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറിയതിനു ശേഷം അദ്ദേഹം പറഞ്ഞു സയന്റിഫിക് പോൾ റിഗിങ്. എങ്ങനെയാണ് സയന്റിഫിക് പോൾ റിഗിങ്? അതാണ് സാർ ഇവിടെ നടക്കുന്നത്. ഇപ്പോ Aയുടെ പേര് ഒരു മണ്ഡലത്തിൽ ചേർക്കുന്നു, അതേ പേര് തന്നെ B വേറൊരു മണ്ഡലത്തിലും ചേർക്കുന്നു. അത് വളരെ ശാസ്ത്രീയമായിട്ട് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണ്. ആ തെരഞ്ഞെടുപ്പ് അട്ടിമറിയെ ഇവിടെ വളരെ കൃത്യമായിട്ട് നിങ്ങൾ നടപ്പിലാക്കി. അത് നടപ്പിലാക്കിയ മഹാദേവപുര പാർലമെന്റ് അസംബ്ലി മണ്ഡലത്തിലെ ഞങ്ങളിത് വളരെ കൃത്യമായി. ഇപ്പൊ ഷാബു പ്രസാദ് പറഞ്ഞത് എന്താ പറഞ്ഞ സൈറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ വോട്ടർ പട്ടിക കിട്ടും. സാർ, ഞങ്ങൾക്ക് വേണ്ടിയിരുന്ന അത് മാത്രമല്ലല്ലോ, വോട്ട് ചെയ്ത ആളുകളുടെ കൂടി
അതാണല്ലോ പറയുന്നത്. ഈ വ്യാജനും ഡ്യൂപ്ലിക്കേറ്റും ഇരട്ട വോട്ടുകാരനും വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് കിട്ടണമെങ്കിൽ അപ്പോൾ എന്താ പറയുന്നത്, ഇത് വോട്ടറുടെ സ്വകാര്യതയെ ലംഘിക്കും, അതുകൊണ്ട് പോളിംഗ് ബൂത്തിലെ ചിത്രം കൊടുക്കാൻ പറ്റത്തില്ല. അവിടെ സ്വകാര്യതയെ ലംഘിക്കുന്ന ഒരു പ്രക്രിയ നടക്കുന്നില്ല, വോട്ട് ചെയ്യുക എന്നുള്ള പ്രക്രിയയല്ലേ, അതാരും കാണുന്നുമില്ല. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്തെന്ന് ചോദിച്ചാൽ, വളരെ കൃത്യമായ രീതിയിൽ ഞങ്ങൾ ഈ ആരോപണങ്ങൾ ഉന്നയിച്ച് വളരെ കൃത്യമായി, അപ്പൊ പിന്നെ പറയുന്ന സാങ്കേതികത്വം എന്താണ്, 45 ദിവസത്തിന് മുമ്പ് എന്തേ ഇത് ഉന്നയിക്കാൻ കഴിയും? സാർ, ഞാൻ ഒരു 15 വയസ്സ് മുതൽ 15-16 KSU പ്രവർത്തകനായ കാലം മുതൽ ഈ ഇലക്ഷൻ പ്രക്രിയയിലും ഇതിലുമെല്ലാം പങ്കാളിയായി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച്, ഒരു ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ച്, ഞാൻ ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കലും ഈ പ്രക്രിയ, ഇന്ന് ഈ മിനിഞ്ഞാന്ന് തീർന്ന വോട്ടർ പട്ടിക പ്രക്രിയ, എന്റെ ബൂത്തിൽ മാത്രം ഞാൻ 40 പേരെ പുതുതായിട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കും. ഈ പ്രക്രിയ ഇതെല്ലാം ഇതിൽ ഞങ്ങളൊക്കെ പങ്കാളികളായിരിക്കുന്നു. സാർ, നിങ്ങൾ പറയുന്ന ഈ BLO എന്ന് പറയുന്നത്, അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അത് ബൂത്ത് ലെവൽ ഓഫീസർ എന്ന് പറയുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ആളുകളും പിന്നെ അംഗൻവാടി ടീച്ചർമാരുമാണ്. ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ആളുകളും അംഗൻവാടി ടീച്ചർമാരും ഒരു തഹസിൽദാറും വിചാരിച്ചാൽ എത്ര വോട്ട് വേണമെങ്കിലും, അപ്പൊ ചോദിക്കും പട്ടിക പ്രസിദ്ധീകരിച്ചില്ലേ, പട്ടിക പ്രസിദ്ധീകരിച്ചു, പട്ടികയ്ക്കെതിരെ ആക്ഷേപം കൊടുക്കുമ്പോഴത്തേക്കും പറയുന്നത് എന്താ, അന്തിമ പട്ടിക വന്നു. അന്തിമ പട്ടികയ്ക്ക് ആക്ഷേപം ആകുമ്പോഴത്തേക്കും ഞങ്ങൾ കോടതിയിൽ പോയി. ഉടുമ്പൻചോല എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിലെ അന്തിമ പട്ടികയ്ക്കെതിരെ ഞങ്ങൾ കോടതിയിൽ പോയപ്പോൾ കോടതിയുടെ വിധി എന്താണെന്നറിയോ? തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ അത് പൂർത്തിയായിരിക്കുന്നു, ഒരു ഭരണഘടനാ സ്ഥാപനം ചെയ്തതാണ്, അതുകൊണ്ട് ഇനി കോടതിക്ക് ഇടപെടാനായിട്ട് പറ്റത്തില്ല, പരിപാടി അങ്ങ് ക്ലോസ് ആയി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങൾ ഒരു വിഷയം ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞങ്ങളുടെ മേൽ നിങ്ങൾ തോക്കുമായിട്ട് വന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തരുതെന്നല്ല പറയേണ്ടത്. മറിച്ച് നിങ്ങൾ ചൂണ്ടിക്കാണിച്ച വിഷയങ്ങളിൽ ഇന്ന കാര്യങ്ങളുണ്ട്, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരുത്തും, അത് തിരുത്താൻ അതാണ് ശ്രീ TP ജയചന്ദ്രൻ നേരത്തെ നമ്മൾ ഈ പറഞ്ഞു, നമ്മൾ ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ BJPക്ക് പറയേണ്ട ബാധ്യതയില്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരുടെ പക്ഷമാണ്, ആരുടെ നാവാണ് എന്നുള്ളതിന്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇതിനൊരു തുറന്ന അന്വേഷണം നടത്തിക്കൂടെ? അങ്ങനെ ഒരു നിലപാട് BJP എടുക്കുന്നില്ല. മഹാദേവപുരയിലെ വിഷയങ്ങളൊക്കെ പറയുന്ന സമയത്ത് അത് കമ്മീഷൻ അന്വേഷിക്കാത്തത് BJPയെ രക്ഷിക്കാനുള്ള ശ്രമമല്ല എന്ന് BJPക്ക് പറയാൻ കഴിയുമോ? അത് ആവർത്തിക്കുകയാണ്. മൂന്നാമത്തെ വഴിയില്ല എന്ന് ജ്ഞാനേഷ് കുമാർ പറയുമ്പോൾ അത് ഒരു ഭരണഘടനാ കക്ഷിയോടുള്ള വിധേയത്വം കാണിക്കുന്നതാണ് എന്ന് ഈ വോട്ട് ചെയ്യുന്ന സാധാരണ ജനങ്ങൾ കരുതില്ലേ? അപ്പോഴും BJP പറയുന്നത് ഇത് ഒരു പാർട്ടിയോടുള്ള വിധേയത്വമല്ല എന്നാണ്. തുറന്ന അന്വേഷണം വേണമെന്ന് പറയണം കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി. എന്തുകൊണ്ട് അത് ഉണ്ടാകുന്നില്ല? ഞാൻ അതിനടുത്തേക്ക് വരാം. അതിനു മുമ്പ് നമ്മൾ ഈ പാനൽ ചർച്ചയിൽ വരുന്ന ആളുകൾക്ക് രാഷ്ട്രീയം ഉണ്ടാകുന്നത് വലിയ തെറ്റൊന്നുമല്ല. പക്ഷെ അവര് വസ്തുതകളായിട്ട് കാണണ്ടേ? നോക്കൂ, അദ്ദേഹം ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷണറെ എന്താ കൊള്ളരുതാത്തവൻ എന്ന് പറഞ്ഞു. അതിന്റെ കാരണം 0 വോട്ടുള്ളതാണ് അത്രേ. ഞാൻ ആസിഫ് അലി സാറെ, അദ്ദേഹത്തിന് താല്പര്യമുള്ള കോഴിക്കോട്ട് നടന്ന ഒരു പത്രസമ്മേളനത്തിലെ വിവരം ഒന്ന് അറിയിച്ചോക്കെയോ? ഈ 0 വെച്ചുള്ള താങ്കൾ നോക്കൂ, ഇന്നലെ മിനിഞ്ഞാന്ന് പത്രസമ്മേളനം നടത്തി താങ്കൾക്ക് വേണ്ടപ്പെട്ട കക്ഷിയിൽപ്പെട്ടവർ തന്നെയാണ് പുറത്തുവിട്ടത്. ഇത് കൊള്ളരുതാത്ത ടിക്കാറാം മീണയുടെ നേതൃത്വം തയ്യാറാക്കിയതാണോ? ഇത് ലോക്കൽ ബോഡി ഇലക്ഷൻ ആണ് സർ. അത് ആര് കൊള്ളരുതാത്തവനാണ് എന്ന് താങ്കൾ ഒന്ന് പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കോഴിക്കോട് കോർപ്പറേഷൻ 62-ാം വാർഡിൽ 0-ൽ 9 പേർക്ക് വോട്ടുണ്ട്. 0-ൽ കോഴിക്കോട് കോർപ്പറേഷനിൽ മൊത്തം ഇന്നലെ പുറത്തുവിട്ടിരിക്കുന്നത് 0 വീട്ടു നമ്പറിൽ 1088 വോട്ടുകൾ ഉണ്ട്. സർ, ഇത് കൊള്ളരുതായ്മയുടെ സൂചനയാണോ? ഇവരെ ഏതെങ്കിലും നടപടി ഒരു വക്കീൽ കൂടിയായ താങ്കൾ എടുക്കുമോ? ഇനി അപർണ, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഞാൻ കൂടുതൽ സമയത്തിന്റെ പരിധികളോട് എടുക്കുന്നില്ല. ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം, കുറ്റമറ്റതാക്കണം എന്നാൽ ഒരു തർക്കവും ഇല്ല അപർണ. പക്ഷേ തോറ്റവൻ പണിയെടുക്കേണ്ട കാലത്ത് പണിയെടുക്കാതെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചു കൊണ്ടുവന്നത് രാജ്യത്ത് നിലവിലുള്ള സംവിധാനത്തിന് വിധേയമായി പ്രവർത്തിക്കണം എന്ന് പറയുമ്പോൾ എന്താണ് തയ്യാറാവാത്തത്? രാഹുൽ ഗാന്ധി പറഞ്ഞത് മൊത്തത്തിൽ എന്താണ് ഇലക്ഷൻ പറഞ്ഞത്? പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ പരിശോധിച്ചു. ഉദാഹരണത്തിന് ആദിത്യ ശ്രീവാസ്തവയ്ക്കും വിശാൽ സിംഗിനും UP-യിൽ വോട്ടുണ്ട് എന്ന് താങ്കൾ പറഞ്ഞു. ഞങ്ങൾ പരിശോധിച്ചു, അവിടെ വോട്ടില്ല. 70 വയസ്സായ ഒരു സ്ത്രീ 2 വോട്ട് ചെയ്തു എന്ന് താങ്കൾ പറഞ്ഞു. ഞങ്ങൾ അത് പരിശോധിച്ചു, അവർക്കും വോട്ടില്ല. എന്നിട്ട് അവർ പറയുകയാണ്, സർ, ഇനി ഞങ്ങൾ പരിശോധിച്ചതിനപ്പുറത്തേക്ക് യു ആർ ഹംബ്ലി റിക്വസ്റ്റഡ്, രാഹുൽ ഗാന്ധിക്ക് കൊടുത്ത കത്തിൽ പറഞ്ഞ വാചകമാണ് അപർണ, യു ആർ ഹംബ്ലി റിക്വസ്റ്റഡ് ടു സൈൻ ആൻഡ് റിട്ടേൺ ദ എൻക്ലോസ്ഡ് ഡിക്ലറേഷൻ അതിന്റെ റൂളൊക്കെ 1960
along with the names of such voters so that necessary procedures can be taken. അപർണ, ഇങ്ങനെ വായുവിലേക്ക് പൊയ്വടി വെച്ച് പോയാൽ മതിയോ? ഞാൻ അപർണയ്ക്ക് അയച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആസിഫ് അലി ഖാൻ എന്നെക്കാൾ ഒരുപാട് വിവരമുള്ള ആളാണ് നിയമത്തിൽ. അദ്ദേഹത്തെക്കാളും വിവരമുള്ള ആളാണെന്നാണ് എന്റെ വിശ്വാസം. മാർക്കണ്ഡേയ കഡ്ജു, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് സാർ എടുത്ത് വായിക്കണം. I can't understand why Rahul Gandhi is reluctant to give an affidavit to the Election Commission stating an oath and allegations he has made about the electoral fraud in Madhavadevapura constituency of Karnataka. Is he afraid of being sent to jail or perjury? അല്ല ആസിഫ് അലി സാറേ, ഇങ്ങനെ പത്രസമ്മേളനം നടത്തുന്നതിനൊക്കെ കോടതികൾ എത്ര കേസ് എടുക്കാറുണ്ട്? സ്വമേധയാ കേസുകൾ എത്ര എടുക്കാറുണ്ട്? രാജ്യത്തെ സംവിധാനത്തെ പുലർത്താൻ, തിരുത്താൻ ഉത്തരവാദപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരാൾ അയാളുടെ വിശ്വാസ്യത സൂക്ഷിക്കണ്ടേ? എന്റെ ജീവന് ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞ് കോടതിയിൽ പോയി ആസിഫ് അലി സാർ കേട്ടിരുന്നോ എനിക്കറിയില്ല. പിൻവലിച്ചോടി. 2000 ഏക്കർ ഭൂമി ചൈന കൊണ്ടുപോയി എന്ന് പറഞ്ഞു, പിൻവലിച്ചോടി. ഇലക്ഷൻ കമ്മീഷൻ മുമ്പിൽ കൊടുത്ത ഈ കണക്കിനും അദ്ദേഹം പിന്തിരിഞ്ഞോടി. ഇനി ഇതാണോ വസ്തുത? ഞാൻ അത് നീട്ടിപ്പരത്തി പറയുന്നില്ല. ഇനി എന്റെ സുഹൃത്ത് ഇയാൾ ചോദിച്ച ചോദ്യം ഞാൻ ഉത്തരം പറയാതെ പോകുന്നില്ല എന്നതുകൊണ്ടാണ്. പരിമിതി ഉണ്ടാകാം, എന്നോട് ക്ഷമിക്കണം. അദ്ദേഹം പറഞ്ഞു സുരേന്ദ്രൻ ഇരട്ട വോട്ടിനെതിരെ കേസ് കൊടുത്തിട്ടില്ല മിസ്റ്റർ. 98 വോട്ടിനാണ് അയാൾ തോറ്റത്. 89 വോട്ടിനാണ് തോറ്റത്. എന്നിട്ട് എന്താ പറഞ്ഞതെന്ന് അറിയോ? അവിടെ സ്ഥലത്തില്ലാത്ത ഗൾഫിലുള്ള ആളുകൾ ഇവിടെ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. കള്ള വോട്ട് എന്ന് പറയുന്നത് അതാണ്, ഇരട്ട വോട്ടല്ല. സ്ഥലത്തില്ലാത്ത ആൾ, നിയമപ്രകാരം വോട്ട് ചെയ്യാൻ അവകാശമില്ലാത്ത ആൾ വന്ന് ചെയ്യുന്ന, അത് ചെയ്താൽ അതിന് ക്രിമിനൽ കേസാണ്. സുരേന്ദ്രൻ ക്രിമിനൽ കേസ് നടപടിയായിട്ട് മുന്നോട്ട് പോയി. പറയാം, നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ കേൾക്കാം. ഒരു പോളിംഗ് ബൂത്തിൽ വോട്ടർ അല്ലാത്ത ഒരാൾ വോട്ട് ചെയ്താൽ മിസ്റ്റർ സേനാപതി, ഞങ്ങൾ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാ കള്ള വോട്ട്. അതിൽ സുരേന്ദ്രൻ കേസ് കൊടുത്തു. അത് എവിടെയാ നിർത്തിയതറിയോ നിങ്ങള്? ബന്ധപ്പെട്ട എതിർ കക്ഷി മരിച്ചുപോയി. പിന്നെ ആ കേസ് നടന്ന അർത്ഥമില്ലാത്തോട്, അല്ലെങ്കിൽ ഞങ്ങൾ ജയിക്കുമായിരുന്നു. ഇത് തന്നെയല്ലേ ഓ ഭരതൻ വേഴ്സസ് കെ സുധാകരൻ കേസിന് സംഭവിച്ചത്? നിങ്ങൾ ഇവിടെ ഒരു സമൂഹത്തെ, ഒരു സംവിധാനത്തെ ജനമധ്യത്തിൽ തോറ്റുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പുകമറയിൽ നിർത്തുകയും കള്ളവോട്ട് എന്ന് പറയുന്നതും ഇരട്ട വോട്ട് അതാണ് ശ്രീ ടി പി ജയൻ. അപ്പോഴും ഈ സംവിധാനത്തിന് വേണ്ടി സംസാരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ എന്തെങ്കിലും ഒരു സുതാര്യത കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കണമെന്ന് പറയുന്നതിന് പകരം അപ്പോഴും സംവിധാനത്തെ അപമാനിക്കുന്നു എന്ന് പറയുന്നിടത്തൊരു വലിയ വിഷയമുണ്ട്. ശ്രീ ടി അസഫ് അലി, സമയപരിമിതി കൊണ്ട് ശ്രീ ടി അസഫ് അലി വളരെ ജനറലായിട്ട് 1, 2, 3 എല്ലാം കാര്യങ്ങൾ എടുത്തു പറയുകയാണ്. അപ്പോഴും ഈ ചോദിച്ച ചില ചോദ്യങ്ങൾക്കുള്ള സ്പെസിഫിക് ഉത്തരങ്ങൾ ഉണ്ടാവുന്നില്ല. CCTV ഫുട്ടേജ് അടക്കമുള്ള കാര്യങ്ങൾ, ഈ 45 ദിവസം എന്നുള്ളതൊക്കെ 2019 മുൻപ് അങ്ങനെ ആയിരുന്നില്ലല്ലോ. അത് 1 വർഷം വരെയൊക്കെ ഉണ്ടായിരുന്നു ഫുട്ടേജ് എന്നുള്ള റിപ്പോർട്ടുകൾ കാണുന്നു. താങ്കൾക്ക് തന്നെ അറിയായിരിക്കും അത് വ്യക്തമായിട്ട്. അപ്പൊ അതടക്കമുള്ള തീരുമാനങ്ങൾ പോലും കമൽനാഥ് വേഴ്സസ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ റിട്ട് പെറ്റീഷൻ 935/2018, റിട്ട് പെറ്റീഷൻ 1000/2018. ഇതിലെ വിധി കൂടി ഒന്ന് പറയും ആസിഫ് അലി സാർ. ശ്രീ ടി ആസിഫ് അലി, ഞാൻ എല്ലാ ചോദ്യങ്ങളും താങ്കളിലേക്ക്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾസ് റൂൾ 93(2)(a) പെട്ടെന്ന് ഭേദഗതി ചെയ്തു. അതിന് കാരണം എന്താണെന്ന് അറിയുമോ? പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതിയിൽ ഒരു ഇലക്ഷൻ ആക്ടിവിസ്റ്റ് ഒരു റിട്ട് കൊടുത്തു. തെരഞ്ഞെടുപ്പ് നടന്ന അവിടുത്തെ CCTV ഫുട്ടേജസും ഇലക്ഷൻ ടേൺഔട്ടും, നടന്ന ഇലക്ഷൻ്റെ ടേൺഔട്ടും തരണമെന്ന് പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി നൽകാൻ ഉത്തരവിട്ടു. 1 മാസത്തിൻ്റെ ഉള്ളിൽ ധൃതിപ്പെട്ട് നിയമം ഭേദഗതി ചെയ്തു. എന്താ നിയമം എന്നറിയോ? ഈ റൂൾ 93 ഓഫ് ദി കണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾസിൽ നെഗറ്റീവ് ലിസ്റ്റ് ഉണ്ട്, കുറെ കൊടുക്കാൻ പാടില്ലാത്ത. ആ നെഗറ്റീവ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ സീക്രസിയെ ബാധിക്കുന്നതാണ്. പിന്നെ 93ൽ ആദ്യം ഭേദഗതി ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞ എന്താണെന്നറിയുമോ? ഓൾ അതർ പേപ്പേഴ്സ് റിലേറ്റഡ് ടു ഇലക്ഷൻ ഷാൾ ബി ഓപ്പൺ ടു പബ്ലിക് എന്നാണ് ആദ്യം ഉണ്ടായിരുന്നത്. അതായത് ഈ നെഗറ്റീവ് ലിസ്റ്റിൽ കൊടുക്കാൻ പാടില്ലാത്തതൊഴിച്ച് ബാക്കിയെല്ലാം കൊടുക്കാം. ഈ പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതിയുടെ ഈ വിധി വന്ന ഉടനെ എന്ത് ചെയ്തെന്നറിയുമോ? അതിലൊരു ഭേദഗതി ആർക്കും മനസ്സിലാവില്ല പെട്ടെന്ന്. ഓൾ അതർ പേപ്പേഴ്സ് സ്പെസിഫൈഡ് ഇൻ ദിസ് റൂൾസ് റിലേറ്റിംഗ് ടു ഇലക്ഷൻ ഷാൾ ബി ഓപ്പൺ ടു പബ്ലിക്.
ഈ റൂളിൽ പറഞ്ഞിരിക്കുന്നത് മാത്രമാണ് പബ്ലിക്. റൂളിൽ എന്ത് പറഞ്ഞിട്ടില്ല? CCTV ഫുട്ടേജിനെ കുറിച്ച് റൂളിൽ പറഞ്ഞിട്ടില്ല. ഇലക്ഷൻ ടേൺ ഔട്ട്സിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഫോം 17C കുറിച്ച് പറഞ്ഞിട്ടില്ല. അങ്ങനെ സാധാരണഗതിയിൽ ഏതൊരു വോട്ടർക്കും കിട്ടാൻ അവകാശമുള്ള പരമപ്രധാനമായ രേഖകൾ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് തിരക്കിട്ട് ധൃതിപ്പെട്ട് ഒരു ഭേദഗതി വരുത്തിയത് കേന്ദ്ര ഗവൺമെന്റാണ്. ഈ 93(2) കണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾസിൽ ഭേദഗതി വരുത്തിയത് കൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് റീഡബിൾ കോപ്പി കൊടുക്കില്ല, CCTV ഫോട്ടേജ് കൊടുക്കില്ല, റൂൾ 17 ഫോം 17C കൊടുക്കില്ല. ഇതെല്ലാം പണ്ടുകാലം മുതലേ പോളിംഗ് ബൂത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് കിട്ടിയതാണ്. ബോംബെ ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഉണ്ട്. എന്താണെന്നറിയോ റിട്ട്? ആ റിട്ടിൽ കൊടുത്തിരിക്കുന്ന ആവശ്യം, അതിൽ പറഞ്ഞിരിക്കുന്ന ഗുരുതരമായ സീരിയസ് ആരോപണം ഇലക്ഷൻ കമ്മീഷന് നോട്ടീസ് ഉണ്ടാക്കി. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ 6 മണിക്ക് ശേഷമാണ് 75 ലക്ഷം വോട്ട് പോൾ ചെയ്യാൻ അനുവദിച്ചത്. ടോക്കൺ കൊടുത്ത് ടോക്കണിന്റെ കോപ്പി ചോദിച്ച് കൊടുത്തില്ല. 22 നിയോജക മണ്ഡലത്തിലെ ജയിച്ച സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടും മെഷീനിലെ വോട്ടും കുറവാണ്. 14 സീറ്റിൽ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതലാണ് മെഷീനിലെ വോട്ട്. ഇത് ബോംബെ ഹൈക്കോടതിയിൽ കൊടുത്ത റിട്ടിൽ കൊടുത്തിരിക്കുന്ന. പിന്നെ പറയുന്നു എവിടെയാണ് എഫിഡവിറ്റ് കൊടുക്കണമെന്ന് പറയുന്നത്? ദീസ് ആർ ഓൾ ക്രിമിനൽ ഒഫൻസ്. ഒരുപാട് കള്ളത്തരത്തിൽ വോട്ട് ചേർക്കാന്ന് പറയാം. 31 അനുസരിച്ച് ജനപ്രാതിനിധ്യ നിയമം 1950 31 അനുസരിച്ച് 2 കൊല്ലം തടവ് ശിക്ഷ വിധിക്കുന്ന കുറ്റമാണ്. 32(2) അത് നമ്മൾ പരാതി കൊടുത്താൽ കോടതി സ്വീകരിക്കില്ല. കള്ളത്തരത്തിൽ വോട്ട് ചേർക്കാൻ ഇലക്ഷൻ ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിച്ചാൽ 1950 ജനപ്രാതിനിധ്യ നിയമം 32(2) പറയുന്നത് എന്തറിയോ? No court shall take cognizance upon except upon a complaint in writing by the election officers. Okay, ഷാബു പ്രസാദിനുള്ള മറുപടി ഷാബു പ്രസാദ് അതിനുള്ള മറുപടി 80 വോട്ട് ചേർത്തിരിക്കുന്നു. അവിടെ വീടുമില്ല, കാർഡുമില്ല, ഒന്നുമില്ല. ഒന്നുകിൽ ഈ വോട്ട് അറിഞ്ഞുകൊണ്ട്, അങ്ങനെയാണെങ്കിൽ 31 ആണ്. കള്ള ഡിക്ലറേഷൻ കൊടുത്തിട്ടാണ്. ഇനി അയാൾ അറിയാതെയാണ് വോട്ട് ചേർത്തതെങ്കിൽ അത് 32 അനുസരിച്ച് വോട്ട് ചേർക്കുന്നതിനും വോട്ട് ഡിലീറ്റ് ചെയ്യുന്നതിനും ഇലക്ടർ റോൾ റിവൈസ് ചെയ്യുന്നതിനും ഓഫീസർ, അസിസ്റ്റന്റ് രജിസ്ട്രേഷൻ ഓഫീസർ എന്ന് വേണ്ട തെരഞ്ഞെടുപ്പിൽ വോട്ട് ചേർക്കാനുള്ള തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ക്രമക്കേടുകൾക്ക് പ്രോസിക്യൂട്ട് ചെയ്യേണ്ടത് രാഹുൽ ഗാന്ധിയും ഞാനും നിങ്ങളുമല്ല. ഇലക്ഷൻ ഓഫീസ്, ഇലക്ഷൻ കമ്മീഷന് മാത്രം പരാതി കൊടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ കൊടുത്താൽ ആ പരാതി സ്വീകരിക്കില്ല എന്നാണ് 32(2) പറയുന്നത്. കണ്ടക്ട് ഓഫ് ഇലക്ഷൻ. അതുകൊണ്ട് ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപകീർത്തിപ്പെടുത്താനാണ്. പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ അതേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിൽ പറയുന്നു ഐഡന്റിറ്റി കാർഡ് കാലാകാലങ്ങളായി ഈ നാട്ടിൽ നിലനിൽക്കുന്ന നിയമമാണ്. 1950 മുതൽ ആ നിയമം അനുസരിച്ചാണ് അന്നും ഇന്നും എന്നും തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ തുടർന്നുള്ള കേസുകളും അതിന്റെ ലീഗൽ പ്രൊസീഡിങ്സും നടക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ തള്ളിപ്പറയുന്നത് നിങ്ങളെ തന്നെയാണ്. ഇവിടെ ഞാനൊരു കൗതുകകരമായ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് അപർണ. ഒറ്റ സെന്റൻസ്. 1989 കോൺഗ്രസ് തോറ്റു തുന്നമ്പാടി കഴിഞ്ഞ് രാജീവ് ഗാന്ധി പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? ഇത് ബാലറ്റിലെ വോട്ടായത് കൊണ്ടാണ് ഞങ്ങൾ തോറ്റത്. ഇത് EVM ആയിരുന്നെങ്കിൽ ഞങ്ങൾ ജയിച്ചേനെ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ EVM-ന് വേണ്ടിയിട്ട് നിയമം ഉണ്ടാക്കിയത് എന്ന്. അതേ കോൺഗ്രസ്സുകാരാണ് ഇപ്പോൾ EVM-നെതിരെയും ഇലക്ട്രോണിക് ഡേറ്റയ്ക്കെതിരെയും. ഞാൻ സമയപരിമിതി കൊണ്ട് ഏതായാലും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇംപീച്ച് ചെയ്യണോ എന്നുള്ളൊരു ചോദ്യത്തിനപ്പുറത്തേക്ക് ഇംപീച്ച് ചെയ്യാൻ സാധ്യമാണോ എന്നുള്ളതൊരു വലിയ വിഷയമാണ്. അപ്പോഴും ഇന്ത്യ സഖ്യം കോൺഗ്രസും പറയുന്നത് ഇങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വെക്കുമ്പോൾ പോലും ഇത് ജനസമൂഹത്തിന് മുന്നിലുള്ള ഒരു വിഷയമായിട്ട് ചർച്ച ചെയ്യപ്പെടട്ടെ. ഒരു തുറന്ന അന്വേഷണത്തിന് എന്തുകൊണ്ട് BJP തയ്യാറാകുന്നില്ല? BJPയുടെ ചട്ടുകുമായി കമ്മീഷൻ മാറുന്നു എന്നുള്ളതാണ്. അതേ സമയത്ത് ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ സമയം ഇതൊരു
വെറും രാഷ്ട്രീയ പ്രതികാരമാണ് എന്നുള്ള ഒരു ആരോപണത്തിൽ പ്രതിരോധിക്കാൻ BJP ശ്രമിക്കുകയും ചെയ്യുന്നു. ഏത് തരത്തിലാണ് പോകുന്നത്? വോട്ട് അധികാര യാത്ര കൂടുതൽ സംസ്ഥാനങ്ങളിലെ കൂടുതൽ തെളിവുകൾ മുന്നോട്ട് കൊണ്ടുവരും എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ ആളിക്കത്തും വോട്ട് ചോരി ഇനിയുള്ള ദിവസങ്ങളിലും എന്നുള്ള തർക്കം നില. വളരെയധികം നന്ദി. സമയപരിമിതം. ടി ആസിഫ് അലി, ഷാബു പ്രസാദ്, TP ജയചന്ദ്രൻ, ഒപ്പം ശ്രീ സേനാപതി വേണു ചർച്ചയിൽ പങ്കെടുത്തതിന് നമസ്കാരം.